Guys, welcome back to another video and ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൗ ടു മേക്ക് മണി ഓൺലൈൻ എന്ന വളരെ വളരെ പ്രസിദ്ധമായ ഒരു കീവേഡിനെ കുറിച്ചാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യമാണ് ഹൗ ടു മേക്ക് മണി ഓൺലൈൻ. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ അതിൽ മിക്കവാറും വരാൻ പോകുന്ന ഡ്രോപ്പ് ഷിപ്പിംഗ്, സ്കിൽ സെറ്റ് വിൽക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് ഒക്കെ PDF ആക്കി ഏതെങ്കിലും സൈറ്റിൽ വിൽക്കുക, ഗൂഗിൾ ആഡ്സെൻസ്, പിന്നെ യൂട്യൂബ് ഓഫ് കോഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരും. അപ്പോൾ ഞാനിങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തും കുറേ ഇങ്ങനെ നോക്കിയൊക്കെ നടന്നതിൻ്റെ ഇടയിൽ അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ആപ്പ് യൂസ് ചെയ്താൽ ഗെയിം കളിച്ചാൽ അങ്ങനെ കിട്ടും, ഈ ആപ്പ് യൂസ് ചെയ്ത് സർവേ ചെയ്താൽ അങ്ങനെ കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആക്ച്വലി ഇങ്ങനെയൊക്കെ ഈ പറയുന്ന എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടോ? അതായത് ഇങ്ങനത്തെ സർവേസ് ആപ്പും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ 1-2 ആപ്പൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി, ജസ്റ്റ് 1-2 കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട്, അതായത് എനിക്ക് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളൊരു ആപ്പുണ്ട്. ആ ആപ്പിനെ കുറിച്ച് ഞാൻ പറയാം, അത് ലാസ്റ്റ് പറയത്തുള്ളൂ. ആൻഡ് ആ ആപ്പിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ട ശേഷം മാത്രം പോയി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലാണ്ട് കേട്ട ഉടനെ പെട്ടെന്ന് പോയി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓക്കെ ആദ്യം കുറച്ച് ക്യാഷ് ഉണ്ടാക്കി ശേഷം പിന്നെ ക്യാഷ് കിട്ടുന്നില്ല എന്ന് എൻ്റെ അടുത്ത് പറയരുത്. ഈ വീഡിയോ മുഴുവൻ വളരെ ശ്രദ്ധിച്ച് വളരെ വ്യക്തമായിട്ട് കേൾക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത് ഓൺലൈനായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് സർവേസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഓൺലൈനായിട്ട് കുറച്ച് സർവേസ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സർവേസ് എന്തിന് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കമ്പനി, ചില $multi-million കമ്പനീസ് അവരുടെ യൂസേഴ്സ്, അതായത് കസ്റ്റമേഴ്സിന്റെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി ആ പ്രോഡക്റ്റ് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സർവേസ് എന്ന് പറയുന്നത്. അപ്പം ഈ സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചില തേർഡ് പാർട്ടീസിനെ അവർ ഹയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ തേർഡ് പാർട്ടി വഴി നമുക്ക്, അതായത് യൂസേഴ്സിലോട്ട് ഇതെത്തും. അപ്പം ഒരു രീതിയിൽ അവർ നമ്മുടെ ഡേറ്റ കുറേ രീതിയിലൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് നമ്മളിൽ നിന്ന് തന്നെ സ്വയമായിട്ട് അവർ നമ്മുടെ ഡേറ്റ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ സർവേസ് എന്ന് പറയുന്നത്. അപ്പം സർവേ ചെയ്യുമ്പോഴേക്കും അതിന്റെ ഫലമായിട്ട്, അതായത് സർവേ നമ്മളിപ്പോൾ നമ്മുടെ കുറച്ച് സമയം ചിലവാക്കി ചില ആപ്സ് വഴി നമുക്ക് സർവേ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം അത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഈ പറയുന്ന ആപ്സ് ചെറിയൊരു റിവാർഡ് നമുക്ക് തരും. അപ്പോൾ മിക്ക ആപ്പിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെന്ന് കയറി കിടന്ന് കുറേ സർവേയും കിട്ടും. അപ്പം നമ്മൾ കുറേ വിചാരിക്കും ഓക്കെ കിട്ടി, ഒരു 10-20 സർവീസ് ഒക്കെ കിട്ടി, ഒരു കുറച്ച് ക്യാഷ് ഒക്കെ കിട്ടുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് സർവീസ് വരും. അപ്പോൾ ഈ സർവീസ് വരുന്നത് കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഇൻകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു പോയിന്റ് എത്തുമ്പോൾ എല്ലാ ആപ്സിനും ഒരു ത്രെഷോൾഡ് ഉണ്ട്. ആ ഒരു ത്രെഷോൾഡ് എത്തിയാൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു ത്രെഷോൾഡ് എത്തുമ്പോഴേക്കും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിരിക്കും. എന്നാൽ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ സർവേ ഒന്നും വരത്തില്ല. സർവേ വരുന്ന നിൽക്കുകയും പിന്നെ നമുക്ക് തന്നെ കുറച്ച് ദിവസം നമ്മൾ അതിന്റെ പുറകെ നടക്കാം. അതിനുശേഷം ഒന്നും വരാതാകുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് പോകുന്നു, നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് നോക്കി പോകുന്നു. ഇതാണ് ആക്ച്വലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ ആദ്യമേ ഇതിനകത്ത് പറഞ്ഞു ഇന്റർനെറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന എല്ലാ വഴികളിലും നിങ്ങൾ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. കാരണം ഈ ഇന്റർനെറ്റിൽ പറയുന്ന ഒരു കാര്യങ്ങൾ ഇപ്പോൾ ചില സൈറ്റിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് ക്യാഷ് ഉണ്ടാക്കാം, ഒരു മാസം കൊണ്ട് ക്യാഷ് ഉണ്ടാക്കാം, 2 മാസം കൊണ്ട് ക്യാഷ് ഉണ്ടാക്കാം. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ആക്ച്വലി ഇന്റർനെറ്റിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം പേഷ്യൻസ് ആണ്. അത് വളരെ കൃത്യമായിട്ട് ഈ ആപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് അറിയും. അതുകൊണ്ട് തന്നെ അവർ ഇടുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന ഈ ത്രെഷോൾഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ ആപ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ആപ്പ് എടുത്തു, അതിന്റെ ഒരു ത്രെഷോൾഡ് 1000 രൂപീസ് ആണെന്ന് വിചാരിക്കാം. ഒരു 500 രൂപ വരെ നിങ്ങൾക്ക് കൃത്യമായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ സർവീസ് പതുക്കെ കുറഞ്ഞു തുടങ്ങും. പിന്നെ ത്രെഷോൾഡിൽ എടുത്ത് ഒരിക്കലും നിങ്ങൾ എത്താൻ പോകുന്നില്ല. കാരണം ത്രെഷോൾഡിൽ എത്തുന്നതിന് മുന്നേ തന്നെ ആ സർവീസിന്റെ ഇതൊക്കെ നിങ്ങൾ നിർത്തും. കാരണം ത്രെഷോൾഡിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ക്യാഷ് പേ ഔട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ 500 രൂപ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ 500 എത്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് 500 എത്തി എന്ന് പറഞ്ഞു എന്ന് വെച്ച് നിങ്ങൾക്ക് 500 രൂപീസ് അവർ തരേണ്ട കാര്യമില്ല. നിങ്ങൾ എപ്പോൾ ത്രെഷോൾഡിൽ എത്തുന്നു അപ്പോഴേ 1000 രൂപ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ 500 എന്ന് പറഞ്ഞാൽ വെറും പേപ്പറിൽ എഴുതിയിരിക്കുന്ന എമൗണ്ട് മാത്രമാണ്. അപ്പം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താണ് പല സർവേ ആപ്സും സർവൈവ് ചെയ്യുന്നത് തന്നെ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാഷ് തന്നുകൊണ്ടിരുന്നതിനാൽ പിന്നെ അവർക്ക് എന്തായാലും തരാൻ വേണ്ടിയിട്ട് ക്യാഷ് ഇല്ല. സോ ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുള്ള ആൾക്കാരാണ് ഇവർ സർവേസിന് ചൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം വളരെ സത്യസന്ധമായിട്ട് പറയാം. ഈ സർവേ അവർ ചെയ്യുന്ന, അല്ലെങ്കിൽ സർവേ ഡേറ്റ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓർഗനൈസേഷൻസ് അവർ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസ് നിങ്ങൾ ആകുക. ഇതാണ് ഒരു സർവേ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സർവേ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന കമ്പനി ഏത് ഓഡിയൻസിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് ആ ഓഡിയൻസ് നിങ്ങളാകുക. അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ ഈ സർവേക്ക് സത്യസന്ധമായിട്ടാണ് ഉത്തരം പറയേണ്ടത്. ഒരിക്കലും സത്യസന്ധമായിട്ട് ഉത്തരം പറയരുത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളിത് ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അത്രയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ മേ ബി 1 വയസ്സിന് താഴെയുള്ള കുട്ടികളൊന്നും കാണത്തില്ല. പക്ഷേ അവർക്ക് ആവശ്യം 1 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മാതാപിതാക്കളാണ്. അപ്പം നിങ്ങൾ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മാതാവ് അല്ലെങ്കിൽ പിതാവ് ആവുക.
നോക്കുക. എന്നിട്ട് ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക. ആൻഡ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ചോദിക്കും. നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ അടുത്ത സർവേക്കും ചോദിക്കുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ തന്നെ പറയാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഒരു ഇതിൽ വന്നിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് അടുത്ത് വന്നിട്ട് അണ്ടർ ഗ്രാജുവേറ്റ് ആണെന്ന് പറയുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരരുത്. അപ്പോൾ നിങ്ങൾ ടെക്നിക്കലി കള്ളം പറയാൻ ശ്രമിക്കുക. ആക്ച്വലി അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല. ബട്ട് ഈ പറയുന്ന ആപ്സിൽ നിന്ന് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ടെക്നിക്കലി കള്ളം പറയാൻ വേണ്ടി പഠിക്കുക. അതായത് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് എന്തിനാണെന്ന് മനസ്സിലാക്കുക. ആ ക്വസ്റ്റിന്റെ ആൻസർ ഏത് രീതിയിൽ അവർക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ സർവേ ചെയ്യുന്ന ആളുടെ മെന്റാലിറ്റി, സർവേ ചെയ്യുന്ന ആളുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത്രയും മാത്രം മനസ്സിലാക്കി മതി നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെ ആപ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ക്യാഷ് ആക്ച്വലി ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ മിക്കവാറും ആപ്സ് വർക്ക് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. നിങ്ങളൊരു ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 1000 ത്രഷോൾഡാണ് 500 എത്തുന്നു, നിങ്ങൾ നിർത്തിയിട്ട് പോകുന്നു. അപ്പോൾ അവർക്ക് 500 നിങ്ങൾക്ക് തരേണ്ട അതിനുള്ള ഇൻഫർമേഷൻ എല്ലാം നിങ്ങളുടെ അടുത്ത് നിന്ന് അവർക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അവർക്ക് എന്താ ഭയങ്കര ലാഭം. കാരണം അവർ 1 രൂപ പോലും ചിലവാക്കിയിട്ടില്ല. നിങ്ങൾ ത്രഷോൾഡിൽ എത്താത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാഷ് തരേണ്ട കാര്യമില്ല. സോ ബട്ട് നിങ്ങളുടെ നിന്ന് കിട്ടേണ്ട ഇൻഫർമേഷൻ എല്ലാം കിട്ടി, നിങ്ങളുടെ സമയവും കാര്യങ്ങളൊക്കെ നഷ്ടമാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആക്ച്വലി ക്യാഷ് കൊടുക്കുന്ന ഒരു ആപ്പുണ്ട്. സോ അതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ആപ്പിന്റെ പേര് എന്ന് പറഞ്ഞാൽ കൂൾ സർവേസ് എന്നാണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഇതിന്റെ റേറ്റിംഗും ഇതിന്റെ താഴെ റിവ്യൂസ് ഒക്കെ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് ആക്ച്വലി റിയലി ഗുഡ് ആപ്പ്. കാരണം ഇതെന്താന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ആൾക്കാർക്ക് ക്യാഷ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇത് അത്ര ഈസി അല്ല. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും നിങ്ങൾ ഈ ആപ്പിൽ ആദ്യം കയറി ഉടനെ ഇതിനകത്ത് ഇങ്ങനെ കുറേ സർവേസിന്റെ ഇതും വരും. ആ സർവേ ചെയ്യുമ്പോൾ കിട്ടേണ്ട ക്യാഷ് അല്ലെങ്കിൽ എത്ര രൂപയാണ് കിട്ടുന്നത് എന്ന് ആ സർവേയുടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആപ്പിൽ കയറി ഉടനെ നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ വിചാരിക്കും ഓക്കെ ഇതൊക്കെ ഞാൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും, അതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പെട്ടെന്ന് കിട്ടും എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല, ഇച്ചിരി പാടാണ് സംഭവം. നിങ്ങളൊരു ആപ്പ് ഈ സർവേസ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവർ നോക്കുന്ന ഒരു പർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസ് ഗ്രൂപ്പിൽ നിങ്ങൾ വരികയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സർവേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ആപ്പിന്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ആപ്പ് നമ്മൾ റിഫ്രഷ് ചെയ്യുമ്പോഴേക്കും ബാക്കിയുള്ള ആപ്പിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നതാണ്. കാരണം നിങ്ങൾ ഈ ആപ്പിൽ ഈ പറയുന്ന മുകളിലത്തെ റിഫ്രഷ് ബട്ടൺ കൊടുക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി വീണ്ടും സർവീസ് വന്നുകൊണ്ടിരിക്കും. അതായത് ഇത് കുറെ കൂടെ കൂടുതലായിട്ട് സർവീസ് നമ്മുടെ അടുത്ത് എത്തിക്കുന്നുണ്ട്. മിക്ക ആപ്സിൽ ഞാൻ അത് കണ്ടിട്ടില്ല. കാരണം ഒരു 5 സർവേ വരികയാണെങ്കിൽ നമ്മൾ 5 സർവേ എടുക്കുന്നതിൽ ചിലപ്പോൾ 1 എലിജിബിൾ ആയിരിക്കും, 4 എലിജിബിൾ ആയിരിക്കത്തില്ല, കഴിഞ്ഞു. അതോടെ പിന്നെ സർവേയുടെ ഓപ്ഷൻ വന്നു, പിന്നെ നിങ്ങൾ 2-3 ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ആക്ച്വലി റിഫ്രഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും സർവീസ് വരുന്നുണ്ട്. സോ അത് വളരെ വളരെ നല്ലൊരു ഫീച്ചറാണ്. അതിന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഏത് സർവേയിൽ എന്ത് ഓഡിയൻസ് ആവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഓഡിയൻസ് ആവാൻ ശ്രമിക്കാം. ആൻഡ് നിങ്ങളിത് ആവുമ്പോഴേക്കും നിങ്ങൾക്കിപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സർവീസ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴേക്കും ഈ പറയുന്ന സെയിം സംഭവം ത്രഷോൾഡിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇവരും സർവീസ് ചെറിയ രീതിയിൽ വലിക്കാൻ തുടങ്ങും. അതായത് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിൽ വരില്ല, നിങ്ങൾ ഈ സർവേ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും സോറി യു ആർ നോട്ട് ദി ഇന്റൻഡഡ് ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് വന്നങ്ങ് പോകും. അല്ലെങ്കിൽ ഈ സർവേയുടെ എണ്ണം പതുക്കെ കുറയാൻ തുടങ്ങും. പക്ഷേ ആക്ച്വലി നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2 ദിവസം വെയിറ്റ് ചെയ്യുക. 2 ദിവസം വെയിറ്റ് ചെയ്ത ശേഷം വീണ്ടും ഒന്ന് നോക്കുക, വീണ്ടും ആപ്പ് റിഫ്രഷ് ചെയ്ത് നോക്കുക, വീണ്ടും സർവീസ് വന്നുകൊണ്ട് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഞാനിതൊരു നിങ്ങൾ കാണുമ്പോൾ ഈ ആപ്പിലെ അല്ലെങ്കിൽ ഈ സർവീസിന്റെ ആ ഒരു ലിസ്റ്റും ആ ഒരു എമൗണ്ടും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ആക്ച്വലി ക്യാഷ് ഉണ്ടാക്കാം. പക്ഷെ അത്രയും എളുപ്പമല്ല. നിങ്ങളൊരു 1-2 മാസമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി അല്ലെങ്കിൽ ഒരു വീക്കിലി ഒരു 1000-2000 റുപ്പീസ് ഒക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും ആക്ച്വലി. പക്ഷെ ഒരു 1-2 മാസം വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ സർവേ ഒക്കെ ചെയ്ത് വന്നാൽ അത് എന്ത് രീതിയിലാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ഓഡിയൻസിനാണ് ഇത് ഇന്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഓഡിയൻസ് ആയിട്ടാണ് മീൻസ് നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും 2-3 ഓപ്ഷൻ വരും. ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നമുക്ക് വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ അനോണിമസ് യൂസറായിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. പേയ്പാൽ, പിന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഗിഫ്റ്റ് കാർഡ്, അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിന്റെ ആക്ച്വലി പേ ഔട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങൾ അനോണിമസ് യൂസറായിട്ട് കയറി നോക്കിയിട്ട് കുറേ സർവീസ് ഒക്കെ ചെയ്ത് നോക്കുക, എങ്ങനെയാണ് ഇതിന്റെ ഒരു മെത്തഡോളജി എന്നൊക്കെ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ സ്വന്തം അക്കൗണ്ട് യൂസ് ചെയ്യുക. എങ്ങനെയാണ് ഏതിൽ യൂസ് ചെയ്താലും നിങ്ങൾക്ക് പേയ്പാലിലോട്ട് പേ ഔട്ട് എടുക്കാൻ പറ്റും. സോ അതൊരു പ്രശ്നമല്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയ ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി ഈ പേ ഔട്ടിലോട്ട്, അതായത് 1-2 സർവീസ് ഒക്കെ ചെയ്ത് വളരെ ക്ഷമയോടെ നിങ്ങൾ ഒരു 4 ദിവസം ചെയ്യുമ്പോഴേക്കും പിന്നെ കിട്ടണമെന്നില്ല. ഒരുപാട് സർവീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേക്കും പിന്നെ കുറച്ച് നേരത്തേക്ക് കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ ജസ്റ്റ് വെയിറ്റ്, റിഫ്രഷ് ചെയ്യുക, എല്ലാ ദിവസവും റിഫ്രഷ് ചെയ്തുകൊണ്ട് നോക്കുക, സർവീസ് വരും. ആക്ച്വലി ഇത് ക്യാഷ് പേ ഔട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇവിടുത്തെ കമന്റ്സിൽ വന്നതൊക്കെ പറയാം. സോ കിട്ടുന്നില്ലെങ്കിൽ അതും കമന്റ്സിൽ ഒന്ന് പറയാം. ഞാനിത് ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. എനിക്ക് 1-2 പേഴ്സ് കിട്ടിയത് മാത്രമേ ഉള്ളൂ. 2 പേഴ്സ് വരെ വന്നു. അതിനുശേഷം ഇനി വരുമില്ലെന്ന് എനിക്ക് അറിയത്തില്ല. സോ നമുക്ക് ജസ്റ്റ് ഒരുമിച്ച് നോക്കാം. ബട്ട് എനിക്കിത് കണ്ടിട്ട് വളരെ വളരെ പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. വളരെ നല്ലൊരു ആപ്പായിട്ടാണ് തോന്നുന്നത്. സോ നിങ്ങളും യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് കമന്റ് ചെയ്യുക. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സൈനിങ് ഓഫ്, അജിത്ത്.